ഫാമിലി, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും തമ്പനയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ മേബിലിൻ ലിപ്സ്റ്റിക്സിന്റെ കുറച്ച് റിവ്യൂ ആണ്. എൻ്റെ കയ്യിലൊരു 6-7 മേബിലിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പം മേബിലിൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഓൾറെഡി ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി അതിൻ്റെ ഒരു റിവ്യൂ നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെയുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോണ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇതാണ്. ഇത് പുതിയത് കളർ എന്ന് പറയുന്നത് എൻ്റെ ഈ ചുണ്ടത്ത് കിടക്കുന്ന കളറാട്ടോ. ഇതിന്റെ ഈ കളറ്, ഇതിന്റെ പേര് മെയ്ബിലിൻ സൂപ്പർ സ്റ്റേ ടെഡി ടിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഷെയ്ഡാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. ഇതിന്റെ ഒരു കളർ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ കയ്യിൽ വരച്ച് കാണിക്കുവാണെങ്കിൽ ഇങ്ങനെ വരും കേട്ടോ. അപ്പം ഇതാണ് അതിന്റെ ഷെയ്ഡ്. എന്റെ ചുണ്ടത്തിട്ടേക്കണത് ഞാൻ ആ ലിപ്സ്റ്റിക് ആണ്. ചുണ്ടത്തിട്ടേക്കണത് ആ ലിപ്സ്റ്റിക് ആണ്. നല്ല അടിപൊളി ഷെയ്ഡാണ്. ഒരു നമ്മുടെ സ്കിൻ നന്നായിട്ട് അത്യാവശ്യം വെളുത്തവരൊക്കെ ആണെങ്കിൽ അവർക്ക് വെഡ്ഡിങ് ഫങ്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. പിന്നെ 24 hours ലോങ് ലാസ്റ്റിംഗ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാന് ഇപ്പൊ ഇത് മേടിച്ചിട്ട് ഞാൻ ഒരാഴ്ച ആയിട്ടുള്ളൂ മേടിച്ചിട്ട്. പക്ഷെ ഞാനിപ്പോ ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്നത്, ഈ ഒരാഴ്ച 7 ദിവസം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഞാൻ രാവിലെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ വൈകിട്ട് ഇവിടെ വന്ന് കുളിച്ചാലും ചുണ്ടത്തുനിന്ന് തേച്ചു വരച്ച് കഴുകേണ്ട അവസ്ഥയാണ്. അത്രയും മാത്രം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി സംഭവമാട്ടോ ഇത്. രണ്ടാമത്തെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഞാൻ പൊട്ടിച്ചിട്ട് പോലുമില്ല. ഇതിന്റെ വേറൊരു ഷെയ്ഡും കൂടെ ഉണ്ട്. ഇതിന്റെ തൊട്ട് താഴെയുള്ള ഷെയ്ഡും കൂടെ ഉണ്ട്. പക്ഷെ അതിപ്പോ എവിടെയോ കുന്ന് വെച്ചേക്കണെന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഇതെന്ന് പറയുന്നത് മെയ്ബിലിന്റെ സൂപ്പർ സ്റ്റേ മാറ്റെ ലിങ്കിൽ വരുന്ന വോജിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. എല്ലാ കളേഴ്സ് എല്ലാ സ്കിൻ ടോണിനും അടിപൊളിയായിട്ട് ചേരണ ഒരു ലിപ്സ്റ്റിക് ആട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഇപ്പം മേബിലിൻ്റെ ലിപ്സ്റ്റിക്സ് ആണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഡാസിലറും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ മേബിലിൻ്റെ ലിപ്സ്റ്റിക്കിൽ എനിക്ക് ഇപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കാണിച്ച ലിപ്സ്റ്റിക് ആണ്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ വരണ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഇത് എല്ലാവർക്കും ഒരേപോലെ പോകുന്ന ഷെയ്ഡാണ്. ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കാണിച്ചു തരാം. ചുണ്ടത്തുള്ള ലിപ്സ്റ്റിക് കണ്ട, ചുണ്ടത്തിന് തേച്ചിട്ട് ഉറച്ചിട്ടൊന്നും പോണേ ഇല്ല. അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആട്ടോ. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു കളറാണ്. കയ്യിൽ വരച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു ഷെയ്ഡാണ്. ചുണ്ടത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ഈ ലിപ്സ്റ്റിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് അതിനൊന്ന് ഡ്രൈ ആവണം. അത് ഡ്രൈ ആയി കഴിഞ്ഞാലാണ് നമുക്ക് ആ ലിപ്സ്റ്റിക്കിന്റെ ആ ഒരു കറക്റ്റ് ഷെയ്ഡ് നമുക്ക് നമ്മുടെ ചുണ്ടത്ത് വരുള്ളൂ. അടിപൊളി ലിപ്സ്റ്റിക് ആണ്. ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷെയ്ഡ്. എനിക്ക് പൊതുവെ റെഡ് ഷെയ്ഡുകൾ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര കുത്തനുള്ള റെഡ് അല്ല, ഇതുപോലത്തെ ഈ കളർ റെഡുകൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. കുറേ നാള് ഞാൻ നോക്കി നടന്ന് കണ്ടുപിടിച്ച ഒരു ഷെയ്ഡാണ് ഈ ലിപ്സ്റ്റിക് കേട്ടോ. കയ്യിലുള്ള ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇതാണ്. മേബിലിന്റെ വിനൈൽ 20 കോയി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്.
ഇത് ദാ ഈ കളറാട്ടോ, അതിന്റെ കളറ് ദാ ഈ കളറാണ്. ഇത് നമ്മുടെ ബ്രൗൺ സ്കിൻ ടോണ്, നോർമൽ സ്കിൻ ടോൺ ഒക്കെ ഉള്ളവർക്ക് നന്നായിട്ട് ചേരുന്ന ഒരു ഷെയ്ഡാണ്. ഞാനിത് തൊട്ടടുത്ത ഫങ്ഷൻസിനൊക്കെ, വലിയ ഗ്രാൻഡ് ആയിട്ടല്ലാത്ത കുഞ്ഞു കുഞ്ഞു ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറിന്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എനിക്ക് കുറച്ചും കൂടെ റെഡ് കളറാണ് എനിക്ക് ഇഷ്ടം. ഇതുപോലത്തെ കാരണം ഞാൻ ലിപ്സ്റ്റിക്കിനോട് ഭയങ്കര ക്രേസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഏത് കടയിൽ ചെന്നാലും ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് ലിപ്സ്റ്റിക്. അപ്പം കടയിൽ ചെന്ന് ഇങ്ങനെ ലിപ്സ്റ്റിക് എടുക്കാൻ നേരത്തെ ഇങ്ങനെ നോക്കുമ്പം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കടയിൽ പോയി കഴിയുമ്പം വീണ്ടും എടുക്കും. അപ്പൊ എനിക്ക് റെഡ് ഇഷ്ടമായതുകൊണ്ട് കൂടുതലും ഞാൻ റെഡാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും ജോലിക്കൊക്കെ പോവാൻ നേരത്തെ മാറി മാറി ഞാൻ ഈ ഷെയ്ഡും ഇടാറുണ്ട്. ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്കിൻ ടോണുകാർക്കും അടിപൊളിയായിട്ട് ചേരണ ഒരു അടിപൊളി ഷെയ്ഡാണ്. ഞാൻ ഒരുപാട് റിവ്യൂ കണ്ടതിന് ശേഷം മേടിച്ച ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ്. ഞാൻ ഒരുപാട് റിവ്യൂ കണ്ടതിന് ശേഷം മേടിച്ച ഒരു ഷെയ്ഡാണ്. മേബലിന്റെ തന്നെ 125 നീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. അടിപൊളിയാണ്. നല്ല നമ്മുടെ ഡാസിലറിന്റെ ഒക്കെ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു അടിപൊളി ഷെയ്ഡാണ്. അത്രയും ഭയങ്കര രസമാണ്. എക്സ്പെഷ്യലി ഈ മേബിലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രഷ് ഉണ്ടല്ലോ, ആ ഒരു ബ്രഷ് തന്നെ എന്ത് സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടത്തേക്ക് ഇങ്ങനെ എഴുതുമ്പോ ഉണ്ടല്ലോ ഇങ്ങനെ അലിഞ്ഞു പോണോലെ ഇങ്ങനെ ഫീൽ ചെയ്യുവേ. അത്രയും നല്ല അടിപൊളി ഷെയ്ഡാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്തിട്ടുള്ളവർ ഈ വീഡിയോയ്ക്ക് ഒന്ന് കമന്റ് ചെയ്യണേ. അത് അത്രയും നല്ല അടിപൊളി ഷെയ്ഡാട്ടോ ഈ ലിപ്സ്റ്റിക്ക്. പിന്നെ അടുത്തൊരു ലിപ്സ്റ്റിക്ക് മേബലിന്റെ തന്നെ 30 അൺറിവീൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡാണ്. ഇത് റെഡ് ആണ്, പക്ഷെ എനിക്ക് ഇത് അത്ര ഇഷ്ടമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇങ്ങനെ വെള്ളം ഒഴിച്ച പോലെ ഇങ്ങനെ ഇരിക്കും. അതെന്താണ് അങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല. കുലുക്കി ഈ വെള്ളം ഒഴിച്ചിരിക്കണോടെ ഇരിക്കണ കുലുക്കിയിട്ടാണ് ഈ മേബിലിന്റെ ഈ ലിപ്സ്റ്റിക്ക് വെള്ളം ഒഴിച്ച പോലെ ഇരിക്കണ കാരണം ഞാൻ അധികം അത് യൂസ് ചെയ്യാറില്ല. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല. എന്തോ അത് കളറ് കണ്ട് ഞാൻ മീൻസ് പുറത്തെ ഷെയ്ഡ് കണ്ട് എടുത്തതാണ്. കടയിലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നീട് എന്റെ ചുണ്ടത്തേക്ക് അത് ഇട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഒട്ടും ഒരു കംഫർട്ട്, നമ്മളൊരു ലിപ്സ്റ്റിക് ഇട്ട് നമുക്കൊരു നമ്മളിപ്പോ ഒരു ലിപ്സ്റ്റിക് ആണെങ്കിലും ഒരു ഫൗണ്ടേഷൻ ആണെങ്കിലും കണ്ണെഴുതിയാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ. നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് മുഖത്തുനിന്ന് കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു തൃപ്തി ഉണ്ടാവുമല്ലോ. ആ ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ എനിക്ക് അത്ര തൃപ്തി വരാറില്ല. ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്, എനിക്ക് അത്ര തൃപ്തി വരാറില്ല. അതുകൊണ്ട് ഞാൻ ആ ലിപ്സ്റ്റിക് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. മിക്കവാറും തന്നെ എന്തെങ്കിലും ഹാക്ക് വീഡിയോകളൊക്കെ ചെയ്യാൻ നേരത്ത് മാത്രമാണ് ഞാൻ ആ ലിപ്സ്റ്റിക് അധികം യൂസ് ചെയ്യുന്നത്. പിന്നെ പെട്ടെന്ന് ഓടിപ്പിടച്ച് വല്ല കടയിലൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. എന്നാലും എനിക്ക് അത്ര അങ്ങോട്ട് ഒരു കംഫർട്ട് അല്ലാതെ ഇടുമ്പോ കേട്ടോ. മേടിച്ച ലിപ്സ്റ്റിക്കുകളിൽ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു ലിപ്സ്റ്റിക്കും അതാണ്. കാരണം പൈസ പോയി ലിപ്സ്റ്റിക്കുകൾ എടുത്തതിൽ ഏറ്റവും സങ്കടം തോന്നി, പൈസ പോയിന്ന് തോന്നിയ ഒരു ലിപ്സ്റ്റിക് അത് മാത്രമേ ഉള്ളൂ. റെഡ് കണ്ടിട്ടാണ് ഞാൻ ആ ലിപ്സ്റ്റിക് എടുത്തത്. പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് ആ ലിപ്സ്റ്റിക്ക്. പിന്നെ എന്റെ കയ്യില് വിനൈൽ ഷെയ്ഡ്സ് അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളത് എന്റെ കയ്യിൽ ക്രയോൺസ് ആണ്. മേബിലിന്റെ തന്നെ 3 കളർ ഷെയ്ഡ് ഉണ്ട് എന്റെ കയ്യിൽ. ക്രയോൺസ് ഉണ്ട്. ഒന്നാമത്തെ ഷെയ്ഡ് ഒരു ഈ കളറാട്ടോ, ഈ ബ്രൗൺ കളറാണ്. എനിക്ക് ചോക്ലേറ്റ് ബ്രൗൺ, റെഡും ചോക്ലേറ്റ് ബ്രൗണും ഇഷ്ടമാണ്. പക്ഷെ ഏറ്റവും ഇഷ്ടം റെഡാണ്. പക്ഷെ കളർ കണ്ടെടുത്താണ്. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ ഇതാണ് അതിന്റെ ഷെയ്ഡ് കേട്ടോ. ഇതാണ് അതിന്റെ ഷെയ്ഡ്. ഞാൻ ഇടാറുണ്ട് എന്തെങ്കിലും പള്ളിയിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഇതാണ്. ഇതല്ലെങ്കിൽ ഡാസിലറിന്റെ DLCO 330 ആണ്. അതാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇതിന്റെ ഷെയ്ഡ് വരണത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ മേബിലിൻ ഇങ്ക് ക്രയോൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ 15 നോ ലിമിറ്റ്സ് എന്നുണ്ട്. നോ ലിമിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. അത്യാവശ്യം നല്ല ഷെയ്ഡാണ്. ഡസ്കി സ്കിൻ ടോണിനൊക്കെ നന്നായിട്ട് ചേരണ ഒരു ഷെയ്ഡാണ്. അതേപോലെ അടുത്തൊരു മേബിലിന്റെ തന്നെ അടുത്തൊരു ലിപ്സ്റ്റിക് ആണ് സീക്ക് അഡ്വെഞ്ചർ എന്ന് പറഞ്ഞിട്ട് 30
സീക്ക് അഡ്വെഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്ക്. ഇത് ശരിക്കും എനിക്കിഷ്ടമാണ് ഈ കളറ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ എനിക്കിഷ്ടമാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്റെ ചുണ്ടത്തിട്ട് കഴിഞ്ഞാൽ ഈ പ്രത്യേകത എന്റെ ചുണ്ടത്തിട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഭയങ്കര വൃത്തികേടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് മറ്റൊരാൾക്ക് കൊടുക്കാനും തോന്നാറില്ല. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചൊരു ഷെയ്ഡ്, ലൈറ്റ് ഷെയ്ഡിലൊക്കെ വരുന്ന ഒരു കളറാണ്. പക്ഷെ എന്റെ ചുണ്ടത്തിട്ടിട്ട് എനിക്ക് അത്ര കംഫർട്ട്. എനിക്ക് ഇനിയിപ്പോ റെഡ് ഇട്ട് എനിക്ക് റെഡിനോട് ആക്രാന്തം മൂത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഇഷ്ടമാണ് ഈ കളർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിത് എപ്പോഴും എൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്സിന്റെ കൂട്ടത്തിൽ വെച്ചേക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആട്ടോ. ലാസ്റ്റത്തെ മേബിളിന്റെ ലിപ്സ്റ്റിക് ആണ്. ലാസ്റ്റത്തെ ഇത് ഒരു റെഡ് കളറ് 55 മേക്ക് ഇറ്റ് ഹാപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നു ഞാനിത് മേടിച്ചിട്ട് ഒരു കൊല്ലത്തിന്റെ അടുത്ത് ആവാറായി. രണ്ടാമത്തെ ആണ് ഇതെന്റെ. ഇതും ഞാൻ ഈ മേബിളിന്റെ വിനാൽ ഷെയ്ഡ്സ് ഒക്കെ വരണേക്ക് മുമ്പ്, അല്ലെങ്കിൽ ആദ്യത്തെ നമ്മുടെ ടിന്റ് ഈ ലിപ്സ്റ്റിക് വരണേക്ക് മുമ്പ്, നമ്മുടെ ലിപ് ടിന്റ് ഈ ലിപ്സ്റ്റിക് വരണേന് മുമ്പ് ഞാൻ ഇട്ടുകൊണ്ട് ഇരുന്ന ലിപ്സ്റ്റിക് അതൊരു റെഡ് ഷെയ്ഡാണ്. ഞാൻ ആദ്യമായിട്ട് മേബിളിന്റെ മേടിച്ച ലിപ്സ്റ്റിക്കും അതാട്ടോ. ഞാൻ ആ ലിപ്സ്റ്റിക്കിൽ നിന്നാണ് മേബിളിന്റെ ഒരു ഫാൻ ആയതെന്ന് പറയാം. അതുവരെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ട ഡാസ്ലർ അല്ലെങ്കിൽ ഷുഗറിന്റെ ഒരു റെഡ് കളർ ലിപ്സ്റ്റിക് എൻ്റെ കയ്യിലുണ്ട്. അത് അല്ലെങ്കിൽ ഇവിടുന്ന് നമ്മൾ ലോക്കൽ മേടിക്കുന്ന ഏതെങ്കിലും ലിപ്സ്റ്റിക്കൊക്കെയാണ് ജോലിക്ക് പോകുമ്പോൾ ഇട്ടുണ്ടുണ്ട്. പക്ഷെ മേബിളിന്റെ ഞാൻ ആ ലിപ്സ്റ്റിക്കിന്റെ മേക്ക് ഇറ്റ് ഹാപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ കണ്ടതിന് ശേഷം ഞാൻ പോയി മേടിച്ച് ഭയങ്കര ക്രേസ് തോന്നി. പിന്നെ ഞാൻ എപ്പോഴും കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് മേബിളിനാണ്. ലോറിയലിന്റെ 2 ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ എന്നാലും ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യണത് മേബിളിൻ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേബിളിന്റെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്സിന്റെ ഒരു ടെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ മേബിളിന്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് എൻ്റെ കയ്യില്. ഇത്രയൊക്കെ ഉള്ളൂ മേബിളിന്റെ ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ എൻ്റെ കയ്യില്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിപ്സ്റ്റിക് ഷെയ്ഡുകളിൽ ഏതെങ്കിലും ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ വീഡിയോയിലേക്ക് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പൊ അടുത്തൊരു പ്രോഡക്റ്റിന്റെ റിവ്യൂ ആയിട്ട് കാണും വരയ്ക്കും. ബൈ.